സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സവിശേഷ പഠന ഗ്രന്ഥത്തിലേക്കാണ് ശ്രദ്ധ തിരിക്കുന്നത്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ ശ്രേഷ്ഠ മലയാള ഗ്രന്ഥാവലിയില്ലേ, അതിന്റെ ഭാഗമായിട്ട് ഈയിടെ പുനർപ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് കണ്ണശ്ശന്മാരും എഴുത്തച്ഛനും ഒരു താരതമ്യ പഠനം. ഇത് വർഷങ്ങൾക്ക് മുൻപിറങ്ങിയതാണെങ്കിലും ഇന്നും ഇതിന് നല്ല പ്രസക്തിയുണ്ട്. ഇതെഴുതിയ ആളാണ് വിദ്വാൻ കുരിശ്ശേരി നാരായണപിള്ള. കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തെപ്പറ്റി? വെറുമൊരു ഗവേഷകൻ മാത്രമല്ല കേട്ടോ, അദ്ദേഹം ഒരു സാഹിത്യവിമർശകൻ, നല്ലൊരു പ്രഭാഷകൻ, ചിത്രകാരൻ, പിന്നെ സ്വാതന്ത്ര്യസമര സേനാനി. അങ്ങനെ പല തലങ്ങളിൽ തിളങ്ങിയൊരു വ്യക്തിത്വം. 1898 കൊല്ലം പന്മനയിലാണ് ജനനം. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ, ബാരിസ്റ്റർ AK പിള്ള ഇവരൊക്കെയായിട്ട് നല്ല അടുപ്പമുണ്ടായിരുന്നു. ഗാന്ധിജിക്ക് ചിത്രം വരച്ചു കൊടുത്തു. പിന്നെ രാഷ്ട്രീയ പ്രസംഗങ്ങളുടെ പേരിൽ ജയിലിൽ വരെ കിടന്നിട്ടുണ്ട്. അങ്ങനെ സംഭവബഹുലമായ ജീവിതം. അതെ, അസാധാരണമായ ഒരു വ്യക്തിത്വം തന്നെ. നിങ്ങൾക്കറിയാമോ, 1924 ചട്ടമ്പിസ്വാമികൾ സമാധിയായപ്പോൾ ആ ചിത്രം പകർത്തിയ ഫോട്ടോഗ്രാഫർ പോലും ഈ കുരിശ്ശേരിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം കണ്ണശ്ശന്മാരും എഴുത്തച്ഛനും ഇത് 1938 ആദ്യമായിട്ട് വരുമ്പോൾ അതൊരു ശരിക്കുമൊരു ചരിത്രപരമായ ഇടപെടൽ കൂടിയായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ കണ്ണശ്ശ ഗവേഷണ ഗ്രന്ഥം എന്നതിനപ്പുറം അന്നത്തെ ഒരു സാഹിത്യ ചരിത്രത്തിൽ അത്ര ശ്രദ്ധ കിട്ടാതിരുന്നൊരു ഭാഗത്തേക്ക് വെളിച്ചം കൊണ്ടുവരാനുള്ള ശ്രമം. ശരിയാണ്. ഗവേഷകൻ, ചിത്രകാരൻ, സ്വാതന്ത്ര്യ സമര സേനാനി. അപ്പം ഇങ്ങനെ ഒരാളുടെ കാഴ്ചപ്പാട് എന്തായാലും വ്യത്യസ്തമായിരിക്കും അല്ലേ? എന്താണ് ഈ പുസ്തകത്തിലെ പ്രധാന കണ്ടെത്തൽ? അതിന് ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് പ്രസക്തി വരുന്നത്? ഇതിന്റെ ഒരു കാതൽ, അതായത് ഈ പുസ്തകം പ്രധാനമായിട്ടും പറയുന്നത് നമ്മുടെ മലയാള ഭാഷയുടെ തനിമ, അതിന്റെ ഒരു ദ്രാവിഡ സ്വഭാവം, അത് കൂടുതൽ ഉയർത്തിപ്പിടിച്ചത് കണ്ണശ്ശന്മാരാണ് എന്നാണ്. പക്ഷേ പിന്നീട് വന്ന എഴുത്തച്ഛൻ അദ്ദേഹം ഭാഷയെ കൂടുതൽ സംസ്കൃതവൽക്കരിക്കുന്നതിലാണ് ശ്രദ്ധിച്ചത്. ഈ ദ്രാവിഡ തനിമ എന്ന് കുരിശ്ശേരി പറയുമ്പോൾ നമ്മുടെ തനതായ വാക്കുകൾ, ശൈലികൾ, ആ ഒരു രീതിയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ സംസ്കൃതവൽക്കരണം എന്ന് വെച്ചാൽ എഴുത്തച്ഛൻ്റെ കാലത്ത് കൂടുതൽ സംസ്കൃത വാക്കുകളും വ്യാകരണ രീതികളുമൊക്കെ ഭാഷയിലേക്ക് വന്നില്ലേ, അതാണ്. ഭാഷയുടെ സംസ്കൃതഭാവം ചവിട്ടിത്തൊഴിച്ചത് കണ്ണശ്ശന്മാരും സംസ്കൃത ബന്ധം കൊണ്ട് സംസ്കൃതമാക്കിയത് എഴുത്തച്ഛനും വാങ്ങുന്നു എന്ന കുരിശ്ശേരിയുടെ ഒരു വാചകം തന്നെയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെ, അതായത് നമ്മൾ ഇന്ന് ഭാഷാപിതാവ് എന്നൊക്കെ ആഘോഷിക്കുന്ന എഴുത്തച്ഛന് മുൻപേ തന്നെ മലയാളത്തിന്റെ ഒരു തനതി ശൈലി പിന്തുടർന്ന ശക്തമായ ഒരു സാഹിത്യധാരയുണ്ടായിരുന്നു എന്ന് കുരിശ്ശേരി സ്ഥാപിക്കാൻ ശ്രമിച്ചു. ഇത് അന്നത്തെ കാലത്തൊരു പുതിയ ചിന്തയായിരുന്നിരിക്കണം അല്ലേ? മുഖ്യധാരാ സാഹിത്യ ലോകം ഇതിനെ എങ്ങനെ സ്വീകരിച്ചു? തീർച്ചയായും അതൊരു പുതിയ വാദമുഖമായിരുന്നു. അന്നത്തെ പണ്ഡിതന്മാർക്കിടയിൽ ഇത് കുറെ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ടാവും. കാരണം എഴുത്തച്ഛന്റെ സ്വാധീനം അത്ര വലുതാണല്ലോ നമ്മുടെ ഭാഷയിൽ. പക്ഷേ കുരിശ്ശേരിയുടെ വാദങ്ങൾ വെറുതെ ഒരു അഭിപ്രായം പറയുകയായിരുന്നില്ല. അദ്ദേഹം കാവ്യസന്ദർഭങ്ങൾ എടുത്തു താരതമ്യം ചെയ്തു. അന്നത്തെ ഒരു സാംസ്കാരിക പശ്ചാത്തലമൊക്കെ വെച്ചാണ് ഈ നിഗമനങ്ങളിലെത്തുന്നത്. അതെ, ആ താരതമ്യം വളരെ വ്യക്തമാണ് പുസ്തകത്തില്. പ്രത്യേകിച്ച് ഉദാഹരണങ്ങൾ പറയുമ്പോൾ. ഇപ്പൊ സീതാ സ്വയംവരത്തിന്റെ കാര്യം തന്നെ എടുക്കാം. കണ്ണശ്ശനും എഴുത്തച്ഛനും അത് അവതരിപ്പിക്കുന്ന രീതിയിലുള്ള വ്യത്യാസം അദ്ദേഹം പറയുന്നുണ്ട്. കണ്ണശ്ശന്റെ ആ എഴുത്തിലെ ഒരു ദൃശ്യാത്മകത, പിന്നെ ഉടൽ, മുറ്റും, തേറുക എന്നൊക്കെ പറയുന്ന നല്ല പച്ച മലയാളം വാക്കുകളുടെ ഉപയോഗം. ഒരു ചിത്രകാരൻ കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ആ ദൃശ്യങ്ങൾ പെട്ടെന്ന് പിടികിട്ടിയിട്ടുണ്ടാവും. വളരെ ശരിയാണ്. ഇന്ന് നമ്മൾ ഭാഷയുടെ തനിമ, അതിന്റെ വേരുകൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചർച്ചകൾ നടത്തുന്നുണ്ടല്ലോ. ആ ഒരു പശ്ചാത്തലത്തിൽ വേണം പതിറ്റാണ്ടുകൾക്ക് മുൻപ് കുരിശ്ശേരി നടത്തിയ ഈ പഠനത്തെ കാണാൻ. സുരേഷ് മാധവന്റെ പഠനവും സംശോധനവും ഒക്കെ ചേർന്ന ഈ പുതിയ പതിപ്പ് അതിന്റെ പ്രാധാന്യം കൂട്ടുന്നുണ്ട്. പിന്നെ ഭഗവത്ഗീത, അതാദ്യമായിട്ട് മലയാളത്തിലേക്ക് അതിന്റെ ആ ഒരു ദാർശനികമായ ആഴം ഒട്ടും കുറയാതെ നമ്മുടെ തനിമയിൽ മൊഴിമാറ്റം നടത്തിയത് കണ്ണശ്ശന്മാരാണ് എന്ന് കുരിശ്ശേരി കണ്ടെത്തുന്നുണ്ട്. അത് മലയാള ഭാഷയുടെ ഒരു ശക്തി കാണിക്കുന്നുണ്ട്. ഗീത, പരിഭാഷ. അതുപോലെ എഴുത്തച്ഛന്റെ ശരിക്കുള്ള പേര് രാമൻ എന്നാണെന്നും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെക്കുറിച്ചുമൊക്കെയുള്ള ചില അപൂർവ വിവരങ്ങളും കുരിശ്ശേരി ഈ പുസ്തകത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അതിനായിട്ട് ചില പഴയ താളിയോല രേഖകളൊക്കെ അദ്ദേഹം ആശ്രയിക്കുന്നുണ്ടല്ലേ? അതെ. ചമ്പത്തു മണ്ണാടിയാർ സൂക്ഷിച്ചിരുന്ന അഗസ്ത്യപടലം എന്നൊരു താളിയോല ഗ്രന്ഥത്തിലെ
തിരുജന്മാധാരം പോലത്തെ ചില രേഖകളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം ഒരു കല്യാണസുന്ദരൻ രേഖ എന്നൊരു തെളിവും മുന്നോട്ട് വെച്ചു. പക്ഷെ അതിൻ്റെ ഒരു ആധികാരികത പിന്നീട് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതും നമ്മൾ ഓർക്കണം. എങ്കിലും അദ്ദേഹത്തിന്റെ കാലത്ത് കിട്ടിയ തെളിവുകൾ വെച്ചാണ് ആ നിഗമനങ്ങളിലെത്തിയത്. ഈ കണ്ടെത്തലുകൾക്കൊക്കെ അപ്പുറം എന്താണ് ഈ പുസ്തകത്തിന്റെ ഒരു പ്രധാന സംഭാവനയായിട്ട് താങ്കൾ കാണുന്നത്? നോക്കൂ, മലയാള ഭാഷാ സാഹിത്യ ഗവേഷണ രംഗത്ത് ഇതൊരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. കാരണം ഒരുപക്ഷെ വിസ്മൃതിയിൽ ആണ്ടുപോകുമായിരുന്നൊരു പഠനമാണ് ഇതിലൂടെ വീണ്ടെടുക്കപ്പെട്ടത്. കുരിശ്ശേരിയുടെ ഈയൊരു ഗവേഷണമാണ് പിന്നീട് പുതുശ്ശേരി രാമചന്ദ്രനെപ്പോലുള്ള വലിയ പണ്ഡിതന്മാർക്ക് കൂടുതൽ ആഴത്തിലുള്ള കണ്ണശ പഠനങ്ങൾക്കൊരു പ്രചോദനമായതെന്ന് പറയാം. അതുപോലെ അന്ന് ലീലാതിലകക്കാരൻ പോലും അല്പം പരിഹാസത്തോടെ കണ്ട ഭാഷാമിശ്രമില്ലേ, അതായത് സംസ്കൃതവും മലയാളവും കലർന്ന ഭാഷ, അതിൽ കവിതയെഴുതാൻ കണ്ണശൻ കാണിച്ച ഒരു ധൈര്യത്തെ, അതിനെയാണ് കുരിശ്ശേരി ഒരുതരം സാംസ്കാരിക വിപ്ലവമായിട്ട് കണ്ടത്. ശരി ശരി. അപ്പോ വിദ്വാൻ കുരിശ്ശേരി നാരായണപിള്ളയുടെ കണ്ണശന്മാരും എഴുത്തച്ഛനും ഈ പഠനം നമ്മുടെ മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും ചരിത്രത്തിലേക്ക് പുതിയ വെളിച്ചം വീശുന്ന, നമ്മുടെ ദ്രാവിഡത്തനിമയുടെ വേരുകൾ തേടുന്ന ഒരു നിർണായകമായ കൃതിയാണെന്ന് ചുരുക്കത്തിൽ പറയാം. തീർച്ചയായും. ഒരുപക്ഷെ നിങ്ങൾക്കിതിൽ നിന്ന് ചിന്തിക്കാനൊരു കാര്യം ഇതാണ്: നമ്മുടെ ഭാഷയുടെ തനിമയെക്കുറിച്ചും അതിന്റെ വളർച്ചയെ സ്വാധീനിച്ച പല പല വഴികളെക്കുറിച്ചുമൊക്കെ ഇനിയും എത്രത്തോളം കണ്ടെത്താനുണ്ട്. കുരിശ്ശേരിയെപ്പോലെ മുഖ്യധാരയിൽ നിന്നും മാറി നടന്ന് ചിന്തിച്ച എത്രയോ പേരുടെ പഠനങ്ങൾ ഒരുപക്ഷെ ഇനിയും വെളിച്ചം കാണാതെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവാം, അല്ലേ? ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ഈ ഒരു വിശകലനം നിങ്ങൾക്ക് പുതിയ ചില ചിന്തകൾ നൽകിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളുടെ താൽപ്പര്യത്തിന് നന്ദി. മറ്റൊരു പുസ്തകത്തെക്കുറിച്ചുള്ള വിവരങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ നമസ്കാരം.